Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനോടിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു മാനസികാവസ്ഥ എന്താണ് നിങ്ങളെക്കുറിച്ചുള്ളത് എന്നാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നലെയും ഇന്നും നമ്മൾ ഓഫർ പ്രൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഡേയ്സിൻ്റെ അകത്ത് മാത്രമുള്ളതാണ്, ഇന്നും കൂടെ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനുണ്ടെങ്കിൽ ഇത് നമ്മളുടെ സെക്കൻഡ് ചാനലാണ്. മുൻപത്തെ ചാനൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ടാണ് പുതിയൊരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. എന്നാലും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. റീഡിങ്ങിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, പോസിറ്റീവ് മൈൻഡ് മാത്രം വെക്കുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നതാണ് റീഡിംഗ് ആയിട്ട് നോക്കുന്നത്. Universe, please guide us. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ്, ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു തോട്ട്സ് ആൻഡ് ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ബോട്ടം ഓഫ് ദ ഡെക്കിൽ നൈറ്റ് ഓഫ് വാൻഡ്സ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് 9 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നത് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരുപാട് ദൂരം ആ ഒരു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ ഒരുപാട് ദൂരമുണ്ട്. ഒരു എപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല, വല്ലപ്പോഴും മാത്രമേ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഒരു അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് അവരും നിങ്ങളും തമ്മിലുള്ളത്. ഇപ്പം നിലവിലത്തെ ഒരവസ്ഥയിൽ നോക്കുമ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിൽ തന്നെ ഉള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. ഇതൊരു ലെസ് കോണ്ടാക്റ്റിലേക്ക് വരുന്നതായിട്ട് കാണുന്നില്ല, നോ കോണ്ടാക്റ്റ്. അതായത് ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഇല്ല, അങ്ങനെയുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. അപ്പോൾ ഇതൊരു ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആയതിനാൽ തന്നെ ഇവിടെ നിങ്ങളുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അറിയാൻ പറ്റുന്നില്ല. അതായത് ഇപ്പം നോ കോണ്ടാക്റ്റിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മറ്റൊരു വ്യക്തി മുഖേന നിങ്ങളുടെ കാര്യങ്ങൾ അറിയുവാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നേരിട്ട് കാണുന്ന ഒരു വ്യക്തികളാണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളറിയാതെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ നിരീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ നേരിട്ട് കാണാത്ത 2 വ്യക്തിത്വങ്ങളായതിനാൽ തന്നെ ഈ വ്യക്തിക്ക് ആ ദൂരെ ഇരുന്ന് ഒന്നും തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്.
അപ്പോൾ ഇതാണ് നിലവിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് നോക്കുമ്പോൾ. ഒന്നാമത് ഈ ലോങ് ഡിസ്റ്റൻസ് ആയതിനാൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ശരിക്കും അറിയാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ കുറേ നാൾ നിങ്ങൾ കാണാതെ ഇരിക്കുന്നൊരു രണ്ട് വ്യക്തിത്വങ്ങളായതിനാൽ തന്നെ ആ വ്യക്തിക്ക് തോന്നുന്നുണ്ട്, ആ വ്യക്തിക്ക് അങ്ങ് തോന്നുവാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഒരുപാട് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അവരെ കാണാതെ വിഷമിക്കുന്നുണ്ട് എന്നവർ ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു വ്യക്തിയെ ഒരു സംശയം ഉണ്ടാവാം. മേ ബി ആ ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഭയങ്കര പൊസസീവ് ക്യാരക്ടർ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോടുണ്ട്. പൊസസീവ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയോട് നിങ്ങൾക്ക് അത്രയും സ്നേഹമുള്ളതിനാൽ തന്നെയാണ് അത്രയും പൊസസീവ് വരാൻ ഇവിടെ കാരണമായിട്ടുള്ളത്. അതായത് സ്നേഹമുള്ളിടത്തെ വഴക്കും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരിക്കുള്ളൂ. അത് തന്നെയാണ് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടും അത്രമേൽ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ആ ഒരു വ്യക്തി നിങ്ങൾക്കും. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണ് നിങ്ങളെന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. അല്ലാതെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്ഥാനം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്കല്ലാതെ ഇപ്പോഴാണെങ്കിൽ പോലും മറ്റാർക്കും വിട്ടുകൊടുക്കുവാനുള്ള ഒരു മനസ്സ് അവർക്ക് തോന്നുന്നില്ല. ഇപ്പം നിലവിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയതിനാൽ തന്നെ നിങ്ങളുടെ മനസ്സ് കൂടുതലായിട്ടും ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട്. ആൻഡ് 10 ഓഫ് കപ്സ് ഉണ്ട്, ദ ഹൈ പ്രീസ്റ്റ് ഉണ്ട്, ആൻഡ് സ്ട്രെങ്ത് ഉണ്ട്, വാൺസ് ഉണ്ട്, കപ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ എനർജീസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു അസാന്നിധ്യം എന്ന് പറയുന്നത് ഇവരെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ എല്ലാമായിട്ട്, അതായത് അവരുടെ ഒരു പിന്നിൽ നിന്നും അവരെ ഇത്രയൊക്കെ നിലയിൽ എത്തിച്ചത് മേ ബി ഇപ്പോൾ നിങ്ങളായിരിക്കാം വിദേശത്തേക്ക് പോകാൻ സഹായിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പം വിദേശത്തല്ലെങ്കിൽ പോലും ഒരുപാട് ദൂരം, മേ ബി ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ എന്താ പറയുക ചെന്നൈ അങ്ങനെയുള്ള ദൂരെയുള്ള ഒരു സ്ഥലങ്ങളിലായിരിക്കാം ആ വ്യക്തി ഉള്ളത്. അപ്പം അവരത്രയും ദൂരെ പോയിട്ടും നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ ആ ഒരു വ്യക്തിയെ അത്രയും നിലയിൽ നിങ്ങൾ തന്നെയാണ് ആ ഒരു വ്യക്തിനെ എത്തിച്ചിട്ടുള്ളത്. അതിൻ്റെ എപ്പോഴും ഒരു നിങ്ങളോട് അതിൻ്റെ ഒരു ദയ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉള്ള ഒരു കാര്യമാണ്, നമ്മളെ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അവരുടെ ആ ഒരു സഹായം ഉള്ളതിനാൽ തന്നെയാണ് ഞാൻ ഇത്ര നിലയിലെത്താൻ കാരണമെന്ന് ഈ വ്യക്തി ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനേക്കാട്ടിലുപരി എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളെന്ന് പറയുന്നൊരു പേഴ്സൺ അവരെ ഏത് സ്ഥാനത്ത് എത്തിച്ചെന്ന് പറഞ്ഞാലും അതിനേക്കാട്ടിലുപരി നിങ്ങൾ കൊടുത്തിട്ടുള്ളൊരു സ്നേഹം തന്നെയാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ബലത്താലാണ് ഇപ്പോഴും ഈ ഒരു വ്യക്തി ജീവിക്കുന്നത്. ഒരു സമയത്ത് തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു രീതിക്കായപ്പോൾ നിങ്ങളാണ് അവരുടെ ആ ഒരു ഒരു ആശ്രയമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ജീവിതത്തിൽ അത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത്രയും എന്താ പറയുക, മറ്റാർക്കും സ്വാധീനിക്കുവാൻ കഴിയില്ലാത്ത രീതിക്ക്. ഇനിയിപ്പം മറ്റൊരു വ്യക്തി വന്നെന്ന് പറഞ്ഞാലും ഈ വ്യക്തിയുടെ ആ ഒരു ജീവിതം തുടങ്ങിയത് തന്നെ നിങ്ങളെ കൊണ്ട് തന്നെയാണ്. അതുപോലെ മറ്റൊരു വ്യക്തിക്ക് ഇനിയിപ്പം സാധിക്കത്തില്ല എന്നുള്ളൊരു കാര്യം 101% ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിലവിലത്തെ ഒരവസ്ഥയിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഓർത്തവർ ദുഃഖം കൊള്ളുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്, അതായത് വേണ്ടാത്ത കാര്യങ്ങളെ ചൊല്ലി വഴക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വേണ്ടാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായിട്ട് നിൽക്കുന്നു. അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കാണ് നിങ്ങളിപ്പം വഴക്കുണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ ആവശ്യമുള്ള ഒരു കാര്യത്തിനൊന്നുമല്ല. നിങ്ങളുടെ പൊസസീവ് കൊണ്ടാവാം. പൊസസീവ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ ഭയങ്കര ഓവർ തിങ്കിങ് ആണ് നിങ്ങൾക്ക്. ആ വ്യക്തി നമ്മളുടെ അടുത്തില്ല, അപ്പം നിങ്ങൾക്ക് ആ വ്യക്തിയുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. അവരിനിപ്പോൾ മറ്റൊരു റിലേഷൻഷിപ്പിലായോ അല്ലെങ്കിൽ
ഇപ്പം ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് ആയതിനു ശേഷമാവാം ആ ഒരു ആ പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബ്രേക്കപ്പ് തന്നെ ആദ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത്രയും നാളും ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, ഇത്രയും നാളുമായിട്ട് പിരിഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ടാവാം. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിനെ പറ്റി അനാവശ്യമായിട്ട് തന്നെ. എന്താ പറയുക, ആ ഒരു വ്യക്തി എന്നെ മറന്നു തുടങ്ങി, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഒരു വ്യക്തിക്ക് എന്നെ ഇപ്പം വേണ്ട എന്നുള്ളൊരു നിലയിലാണ് ആ വ്യക്തിയുടെ ചിന്തകൾ പോകുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ അത് ഓവർ തിങ്കിങ് ആയിട്ടുള്ളൊരു രീതിയാണ് നമുക്കിവിടെ യൂണിവേഴ്സ് തന്നെ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക, നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. ആ ഒരു വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ തന്നെ യൂണിവേഴ്സ് നമുക്ക് അത്രത്തോളം ബലം നൽകുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം വിശ്വസിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരിക്കലും ചീറ്റ് ചെയ്യുന്നില്ല എന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ആ ഒരു അസാന്നിധ്യത്തിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ലോങ് ടൈം ആയിട്ടുള്ള ഒരു ബ്രേക്കപ്പ് വന്നു, അതായത് ഇത്ര കുറച്ച് നാളായിട്ട് നിങ്ങൾ ബ്രേക്കപ്പാണ്, മേ ബി ഒരു 2-3 മാസങ്ങളൊക്കെ ആയിട്ടുണ്ടാവാം. അപ്പം അത്രയൊക്കെ ആകുമ്പം നിങ്ങളുടെ മനസ്സ് അവർ ഒരുപാട് സംശയിക്കുന്നുണ്ടെന്നും ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഇപ്പം നിലവിൽ ഈ പേഴ്സൺ ആൻസർ കിട്ടേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ലെറ്റ് ഗോ ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു രീതിക്ക് നിൽക്കുന്നു. ആ പേഴ്സൺ വിളിച്ചാലും എടുക്കുന്നില്ല, സംസാരിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളാണ് അവിടെ ഒരു വിട്ടു കൊടുക്കുന്നില്ലാതെ നിൽക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു മനസ്സ് നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ആ ഒരു സ്നേഹം തന്നെയാണ്, അല്ലെങ്കിൽ ആ കഴിഞ്ഞു പോയൊരു കാലങ്ങളിലുണ്ടായിരുന്നൊരു സ്നേഹം തന്നെയാണ് ഈ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങളുടെ ദേഷ്യം എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് അവരെ സ്നേഹിക്കുന്നത് മൂലം വന്നിട്ടുള്ളതാണെന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അപ്പോൾ അവർ നിങ്ങളെ എല്ലാ കാര്യത്തിലും മനസ്സിലാക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത്രത്തോളം കാണിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് എന്തുകൊണ്ടാണ് പതറുന്നത് എന്നൊക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കാത്ത ആളെന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ആ ഒരു വ്യക്തിനെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് യൂണിവേഴ്സ് മെസ്സേജ് തരുന്നത്. ഇന്നത്തെ ഈ ഒരു റീഡിങ് നല്ലൊരു റീഡിംഗ് ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഇന്നും കൂടെ മാത്രമേ ഓഫർ പ്രൈസ് ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ഇപ്പോൾ ബൈ.